എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രി അഡ്മിഷന് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയായിരിക്കും. +2 റിസൾട്ട് വരണ്ടേയല്ലേ ഡിഗ്രിക്ക് പോകാൻ. +2 റിസൾട്ട് ഈ മാസം മെയ് മാസം 21-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ +2 പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിത്തിൻ 1 വീക്സിനകം തന്നെ എന്ത് ചെയ്യും, ഡിഗ്രി അഡ്മിഷനുകൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും, ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കും. അപ്പോൾ ഈ ഡിഗ്രി അഡ്മിഷൻ എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങൾ കാണും. ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുന്നു. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കാൻ എത്ര മാർക്ക് വേണം, എത്ര പെർസെൻറ്റേജും വേണം, ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗവൺമെൻറ് കോളേജ് ഓർ സെൽഫ് ഫിനാൻസ് കോളേജോ ആണോ നല്ലത് എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ +2 റിസൾട്ട് ഈ വരുന്ന മെയ് മാസം 21-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇവരെല്ലാം തങ്ങളുടെ അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിനുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, ഈ ഡിഗ്രി അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. നിങ്ങൾ +1-ന് എങ്ങനെയാണോ അലോട്ട്മെൻറ്റ് കൊടുത്തത് അതേ പ്രൊസീജിയർ തന്നെയാണ് ഡിഗ്രി അലോട്ട്മെൻറ്റിനും. ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സ്പോട്ട് അഡ്മിഷനും ഒക്കെ ഉണ്ട്. അതേ പ്രൊസീജിയർ വഴിയാണ് ഡിഗ്രിയിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. പക്ഷേ ഒറ്റ വ്യത്യാസം മാത്രം, നിങ്ങൾ +1 പ്രവേശനത്തിന് നിങ്ങൾക്ക് ഒറ്റ ആപ്ലിക്കേഷൻ മതി. നിങ്ങൾക്ക് കേരളത്തിലെ ഏതൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ, കേരളത്തിലെ ഏതൊരു സ്കൂളിലേക്ക് പോകാൻ ഒറ്റ ആപ്ലിക്കേഷൻ മതി. പക്ഷേ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിലും ഓരോ യൂണിവേഴ്സിറ്റിയുടേതായ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള സർവകലാശാലയിൽ പഠിക്കണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ അവരുടേതായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതായ വിഷയമുണ്ട്. അത് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, ആ യൂണിവേഴ്സിറ്റിയിലേക്കെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാനുണ്ട്. അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇപ്പം നമുക്കെന്ത് ചെയ്യുമോ, ഒന്നിലധികം യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് അപേക്ഷകൾ അയക്കാൻ പറ്റുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അപേക്ഷിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിലേക്കോ അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കോ അതുപോലെ തന്നെ MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്കോ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. പ്രത്യേക ഫീസ് അടച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് 2ലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കൊടുത്തു, 2 യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് എന്ത് ചെയ്തു, അഡ്മിഷൻ കിട്ടി. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണോ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോകണോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അതായത് നിങ്ങൾക്ക് ഈ എത്ര കോളേജോ എത്ര യൂണിവേഴ്സിറ്റീസിൽ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ അവസാനം ഏതാണോ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ +2 റിസൾട്ട് മെയ് മാസം 21-ന് പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിനകം തന്നെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണം? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഡിഗ്രിയിലൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളും ഗവൺമെൻറ് കോളേജ് നോക്കി നടക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. ഗവൺമെൻറ് കോളേജ്. ഇപ്പം നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് +2-ൽ നല്ല മാർക്ക് വേണം. എന്നാൽ മാത്രമേ നല്ലൊരു ക്യാമ്പസും നല്ലൊരു കോളേജ് ലൈഫ് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളുടെ +2-ൻ്റെ മാർക്ക് ബേസ് ചെയ്തിരിക്കും നിങ്ങൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണമെന്നുള്ളത്. അതിപ്പോൾ ഗവൺമെൻറ് കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കാണ്. മിനിമം ഒരു 80% എബോവ് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മിനിമം ഗവൺമെൻറ് കോളേജിൽ കിട്ടാനുള്ളത് വേണം. നിങ്ങൾക്ക് 80% എബോവ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ഗവൺമെൻറ് കോളേജിലെ പ്രവേശനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഒരു 85%-ന് മേലെയൊക്കെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും
ഒരു ഗവൺമെൻറ് കോളേജിൽ പ്രവേശനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിലെങ്കിലും, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊന്നും കിട്ടിയില്ലെങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ്റെ ടൈമിലെങ്കിലും നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു 85% ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ. ചിലപ്പോൾ നേരത്തെയും കിട്ടും. അത് അഡ്മിഷന് വരുന്ന മാർക്ക് ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 80% മാർക്കുള്ളൊരു വിദ്യാർത്ഥി അപേക്ഷിച്ചു, 85 അപേക്ഷിച്ചു. 85 വിദ്യാർത്ഥികൾക്ക് ആദ്യം കിട്ടും. ഇനി 80% ഉള്ളൊരു വിദ്യാർത്ഥി അപേക്ഷിച്ചു, 80% മേലെയുള്ള മറ്റ് വിദ്യാർത്ഥികളൊന്നുമില്ല, ബാക്കിയെല്ലാം 80 താഴെയുള്ള പെർസെൻറ്റേജുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 80കാർക്ക് കിട്ടും. അങ്ങനെ വരുന്ന അഡ്മിഷൻസിൻ്റെ, ഇപ്പോൾ നമുക്ക് വരുന്ന ആപ്ലിക്കേഷനുകളുടെ മാർക്ക് ബേസ് ചെയ്തിരിക്കും. അത് +2വിൻ്റെ മാർക്ക് ബേസ് ചെയ്തിരിക്കും. അത് നിങ്ങളുടെ മാർക്കിൻ്റെ മേളിൽ മറ്റൊരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവർക്കേ കിട്ടുകയുള്ളൂ ആദ്യം. ബട്ട് നിങ്ങളുടെ മേളിൽ, നിങ്ങളുടെ പെർസെൻറ്റേജിനെ കഴിഞ്ഞും കൂടുതലുള്ള വേറെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രവേശനം അനുവദിച്ചു തരുന്നതാണ്. അപ്പോൾ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്നവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, കോളേജ് ലൈഫില്ല, കോളേജ് ക്യാമ്പസ് ഇല്ല. അതിനെ കഴിഞ്ഞ് ഉപരി നിങ്ങൾക്ക് എന്തില്ല, ഡിഗ്രി ക്ലാസ്സുകളില്ല, അധ്യാപകരുടെ നോട്ടുകളില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സിലബസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾക്ക് എന്തില്ല, അധ്യാപകരുടെ ക്ലാസ് ഇല്ല, നോട്ട്സ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, സ്വന്തമായി എന്ത് ചെയ്യണം, സിലബസ് നിങ്ങൾക്ക് അയച്ചു തരും. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് യൂണിവേഴ്സിറ്റി നിങ്ങളോട് നിർദ്ദേശിക്കും. ആ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ആ യൂണിവേഴ്സിറ്റി നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായി ഗൂഗിളും മറ്റ് യൂട്യൂബ് മറ്റ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഗൂഗിളും യൂട്യൂബിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും നമുക്കിപ്പോൾ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. യൂട്യൂബിലൊക്കെ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ചില വിഷയത്തിന്, ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങൾക്കൊക്കെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഞാൻ കാണാറുണ്ട്. എക്കണോമിക്സ് പോലുള്ള വിഷയങ്ങൾക്കൊക്കെ യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കിയിട്ടാണ് പോവാറ്. കാരണം ഇപ്പോൾ നമുക്ക് ഏത് വിഷയമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണോ വേണ്ടത്, ആ വിഷയത്തെക്കുറിച്ചുള്ളതെല്ലാം യൂട്യൂബിലും ഗൂഗിളിലും ക്ലാസ്സുകളായിട്ടും ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ലൈവ് ഇല്ലെങ്കിലും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഓർത്തൊന്നും പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾക്കൊരു ക്യാമ്പസ് ലൈഫോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾക്ക് സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്യും, സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടിയൊക്കെ ചെയ്യേണ്ടി വരും. ഡിസ്റ്റൻസായി ചെയ്യുന്നവർക്ക് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഡിഗ്രി ചെയ്യുന്നതിനോടൊപ്പം തന്നെ, നിങ്ങൾക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഏർപ്പെടാം. എക്സ്ട്രാ കരിക്കുലർ, അത് നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റെന്തെങ്കിലും കോഴ്സ് പഠിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് നിങ്ങൾക്ക് സമ്പാദിക്കുകയും ചെയ്യാം. പഠനവും ജോലി സമ്പാദ്യവും എല്ലാം ഒരേ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ക്യാമ്പസ് ലൈഫോ മറ്റു കാര്യങ്ങളോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് ഓർത്തിരിക്കുക. അപ്പം പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഡിസ്റ്റൻസായി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെ അഡ്മിഷൻ നടപടിക്രമങ്ങളും ഒക്കെ ആരംഭിക്കുമ്പോൾ തീർച്ചയായും നമ്മളത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ നല്ലതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. രണ്ടും നല്ലതാണ്. ഗവൺമെൻറ് നല്ലതാണ്, സെൽഫ് ഫിനാൻസ് കോളേജ് നല്ലതാണ്. പക്ഷേ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തന്നെ, വളരെ കുറച്ച് പൈസ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാം. ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് എത്രയാണ്, പരീക്ഷാ ഫീസ് പോലുള്ള മറ്റ് പരീക്ഷാ ഫീസ്, പിന്നെ ട്യൂഷൻ ഫീസ് പോലുള്ള ചെറിയ തുകകൾ മാത്രമേ അടയ്ക്കേണ്ടി വരുള്ളൂ. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ ഡൊണേഷൻ, അഡ്മിഷൻ ഫീസ് ഒക്കെ ആയിട്ട് എങ്ങനെ പോയാലും അഡ്മിഷൻ ടൈമിൽ, സെൽഫ് ഫിനാൻസിലാകുമ്പോൾ നിങ്ങൾ എങ്ങനെ പോയാലും ഒരു അഡ്മിഷൻ ടൈമിൽ ഒരു 10-25,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും ചിലവാകും. കാരണം അഡ്മിഷൻ ഫീ, ഡൊണേഷൻ ഫീ, പിന്നെ ആ ചിലവ് ഈ ചിലവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു 10-25,000 രൂപ എന്തായാലും പൊടിയൂന്നുള്ളത്, 10-25,000 രൂപ എന്തായാലും പൊടിയൂന്നുള്ളത് ഉറപ്പാണ്. ഗവൺമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ ടൈമിൽ എന്ത് ചെയ്യും, ഒരു കോഷൻ ഡിപ്പോസിറ്റ്, അതൊരു ചെറിയ തുക വരും, ഒരു 500 താഴെയൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ PTA ഫണ്ടിലേക്ക് കുറച്ച് ഫീസ് പോകും. ഇപ്പം ഞാൻ അഡ്മിഷൻ എടുത്ത കോളേജിൽ 3000 രൂപയായിരുന്നു PTA ഫണ്ട്. അത് ഓരോ കോളേജിനെയും ഓരോ യൂണിവേഴ്സിറ്റിയും ബേസ് ചെയ്തിരിക്കും. ഞാൻ എടുത്ത കോളേജിൽ 3000 രൂപയായിരുന്നു PTA ഫണ്ട് കൊടുത്തത്. അപ്പോൾ അത് ഓരോ കോളേജിനെയും ബേസ് ചെയ്തിരിക്കും. പിന്നെ അങ്ങനെ പരീക്ഷാ ഫീ, അങ്ങനെയുള്ള ചില ഫീകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ഇളവ് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ നല്ലതെന്ന് വെച്ചാൽ, ഗവൺമെൻറ് നല്ലതാണ്, സെൽഫ് ഫിനാൻസ് കോളേജും നല്ലതാണ്. പക്ഷേ ഗവൺമെൻറ് കോളേജിൽ വലിയ പൈസ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക്
പൈസ അധികം ചിലവാക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ ചെറിയ തുകകൾ മാത്രമേ ഗവൺമെൻറ് കോളേജിൽ മുടക്കേണ്ടതായി വരുള്ളൂ. സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാത്തിനും നിങ്ങളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളാണ്. നിങ്ങൾ സ്കൂൾ ലെവലിലേക്ക് പോകുമ്പോൾ ഗവൺമെൻറ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ. ഇവിടെ വരുമ്പോൾ ഗവൺമെൻറ് കോളേജ്, സെൽഫ് ഫിനാൻസ് കോളേജ്. ഈ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് കോളേജുകളാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിൽ എന്തിനൊക്കെയാണോ ഒരു വിദ്യാർത്ഥി ഫീസ് മുടക്കുന്നത് അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് മുടക്കണം. അപ്പോൾ ഗവൺമെൻറ് കോളേജാണോ സെൽഫ് ഫിനാൻസ് കോളേജാണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് നല്ലതാണ്, സെൽഫ് ഫിനാൻസ് നല്ലതാണ്. ബട്ട് ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് വലിയ ഫീസുകൾ വേണ്ട, വളരെ ചെറിയ തുകകൾ കൊണ്ട് പഠിക്കാം. സെൽഫ് ഫിനാൻസിലാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പൈസ മുടക്കേണ്ടി വരും. ഒരു സെം നിങ്ങൾക്കിപ്പോൾ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 8 സെമ്മാണ്. ഒരു സെമ്മിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പം 8,000 10,000 അതൊക്കെ വളരെ കുറവാണ്. ചിലതിനൊക്കെ 13 15 ഒക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. സെം ഫീസ് തന്നെ എന്ത് ചെയ്യും? 15 16 രൂപയാവും. 15 16,000 രൂപയോളം സെം ഫീസൊക്കെ തന്നെ ചില സെമ്മുകൾ, ചിലത് ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും. ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും സെം ഫീസൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഓരോ സെമ്മിന് ഇത്ര ഫീസാകും എന്നുള്ളത് എന്ത് ചെയ്യുക? സെമ്മിൻ്റെ ഫീസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കൊടുക്കണം. പക്ഷേ ഗവൺമെൻറ് കോളേജ് ആകുമ്പോൾ വലിയ തുകയൊന്നും വരില്ല, വളരെ ചെറിയ തുക മാത്രമേ വരികയുള്ളൂ. ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ 5,000 10,000 ഒക്കെ ആക്കുമ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഒരു 3,000 4,000 ഒക്കെ മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറവ് കിട്ടും. ഗവൺമെൻറ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ നല്ലത് ചോദിക്കുമ്പോൾ ഗവൺമെൻറ് നല്ലതാണ്, സെൽഫ് ഫിനാൻസ് നല്ലതാണ്. പക്ഷേ രണ്ടിടത്തും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫും എല്ലാം ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫ് കിട്ടും, ഫ്രണ്ട്സ് കിട്ടും, എല്ലാം കിട്ടും, ടീച്ചേഴ്സ് കിട്ടും, എല്ലാം കിട്ടും. സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ലൈഫും എല്ലാം കിട്ടും, ടീച്ചേഴ്സ് കിട്ടും, പഠിത്തവും എല്ലാം നിങ്ങൾക്ക് അവിടെയും കിട്ടും. ബട്ട് പൈസയുടെ കാര്യത്തിൽ മാത്രം രണ്ടിടത്തും ഡിഫറൻറ്റ് ഉണ്ട്. ഗവൺമെൻറ് കോളേജിൽ കുറച്ച് പൈസ കൊണ്ട് പഠിക്കാം, സെൽഫ് ഫിനാൻസിൽ നിങ്ങൾ കുറച്ചധികം എന്ന് തന്നെ പറയാം, കുറച്ചധികം തന്നെ തുക മുടക്കേണ്ടി. ഞാൻ അഡ്മിഷൻ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 10,000-25,000 രൂപയോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും. പക്ഷേ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഒരു 5,000 6,000 ഒതുങ്ങി ലഭിക്കും. ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് നിങ്ങളുടെ കയ്യിൽ 5,000 6,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഓക്കെ ആയിട്ട് കിട്ടും. ബട്ട് സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ മിനിമം ഒരു 20,000-25,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും പോകും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.